പഴയകാല ഓർമ്മകൾ പുതുക്കാൻ പഴയങ്ങാടി താപം പള്ളിക്കര ADLP സ്കൂളിൽ അവർ ഒത്തുകൂടി. സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ 70 കഴിഞ്ഞവരുടെ സംഗമമാണ് സ്കൂളിൽ നടന്നത്. വർഷങ്ങൾക്ക് മുൻപ് LP സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവർ 1962-64 കാലഘട്ടത്തിൽ പഠിച്ചിറങ്ങിയവർ പഴയ സ്കൂളിലെത്തി സൗഹൃദങ്ങൾ പുതുക്കിയപ്പോൾ അവർക്കും പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമായിരുന്നു. അന്ന് പാടിയ പ്രാർത്ഥനാഗീതം ഒന്നുകൂടി ആലപിച്ചാണ് സംഗമത്തിന്റെ തുടക്കം. വർഷങ്ങൾക്കിപ്പുറം 70 കഴിഞ്ഞവർ 7 വയസ്സിലെ ഓർമ്മകളിലേക്ക് പോയി. 1964 62 പഠിച്ചത്. ഞങ്ങളുടെ ഹെഡ് മാഷ് സുമിത്ര മാഷാണ്. നല്ല നല്ല പാട്ടുകളും നല്ല കഥകളെല്ലാം പറഞ്ഞിരുന്ന മാഷാണ്. പിന്നെയുള്ളത് നമ്മളുടെ ജൂലിയാസ് മാഷാണ്. മാഷും അങ്ങനെ തന്നെ നല്ല പോലെ പഠിപ്പിക്കും. പിന്നെ ബ്രിജിത്ത ടീച്ചറാണ്. ടീച്ചറും നല്ലതുപോലെ പഠിപ്പിക്കും. പിന്നെ ഒരു പറയം മാഷുണ്ടായിരുന്നു, ആ മാഷും പഠിപ്പിക്കും. ഞങ്ങളുടെ ക്ലാസ്സിൽ 18 പേരുണ്ടായിരുന്നു. 1962 മുതൽ 64 കാലഘട്ടങ്ങളിൽ പഠിച്ച 70 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ സംഗമമാണ് ഇന്നത്തെ ഈ സംഗമത്തിന് പ്രാർത്ഥന ചൊല്ലുന്ന ആൾക്കാരാണ് ഇവര് മൂന്നുപേരും 1964 കാലഘട്ടങ്ങളിൽ സ്കൂളിൽ പഠിച്ചവരാണ്. അന്നത്തെ ആ ഒരു പ്രാർത്ഥനാ ഗാനം അവർക്ക് ചൊല്ലാനുള്ള ഒരു അവസരം ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇവരെത്തിച്ചേർന്നതിൽ വളരെ സന്തോഷമുണ്ട്. 38 വർഷം സ്കൂളിലെ അധ്യാപകനായിരുന്ന മുൻ പ്രധാനാധ്യാപകൻ കൂടിയായ K. സുമിത്രന് ഇന്ന് 91 വയസ്സുണ്ട്. തിളക്കമുള്ള പഴയകാലം ഇന്നും അദ്ദേഹത്തിന്റെ ഓർമ്മയിലുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന കാലത്ത് 250 കുട്ടികൾ ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു. പിന്നീട് 5ാം ക്ലാസ് എടുത്ത് അടുത്ത LP സ്കൂളിലേക്ക് മാറ്റി സർക്കാർ. ഇപ്പോൾ മാടായി സബ് ഡിസ്ട്രിക്റ്റിലെ 90 സ്കൂളിൽ നമ്പർ 1 LP സ്കൂളായിരുന്നു അക്കാലത്ത്. ഇത് ഏറ്റവും നന്നായി അക്കാലത്ത് നടത്തപ്പെട്ട ഒരു പ്രൈമറി സ്കൂളാണ് പള്ളിക്കര ADLP സ്കൂൾ. റവറൻ ഫാദർ ജീസൺ തണ്ണിക്കോട്ട സംഗമം ഉദ്ഘാടനം ചെയ്തു. ഷാജി കാരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. അധ്യാപകനും ട്രെയിനറുമായ ഷാഫി പാപ്പിനിശ്ശേരി മുഖ്യാതിഥിയായി. രേഖ JC, M. റോജേഴ്സ്, അബ്ദുൽ ഖാദർ, മരിയല്ല, സ്വപ്ന ജോഷി, ഷെറിൽ ഫെർണാണ്ടസ് തുടങ്ങിയവർ സംസാരിച്ചു. ഓരോരുത്തരും അവരുടെ ഓർമ്മകൾ പങ്കുവച്ചു. വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.